ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വളരെ താമസിച്ചു പോയെന്ന് സണ്ണി ജോസഫ് MLA. പോലീസ് നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. മോഷ്ടിക്കപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ ഒരു നിലപാടും പോലീസ് സ്വീകരിച്ചിട്ടില്ല. അതെവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല. ഒരു മോഷണ ശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നതാണെന്നും അതിനുള്ള നടപടികൾ പോലും പോലീസ് സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഗൗരവമായ പങ്കാളിത്തമുണ്ടെന്നും അവരെയൊക്കെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരു സമരം ചെയ്താൽ കൈയോടെ അറസ്റ്റ് ചെയ്യുമല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. CPMന്റെ ക്വട്ടേഷൻ പണിയാണ് ഇപ്പോൾ കേരള പോലീസിന്. മനഃപൂർവ്വം നാട്ടിൽ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമം. സ്വർണ്ണപ്പാളി വിഷയത്തിലെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും CPMും ചേർന്ന് മനഃപൂർവ്വം ഷാഫി പറമ്പിലിനെ അപകടപ്പെടുത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് തന്നെ താമസിച്ചു പോയി. കോടതി 6-ാം തീയതി വിധി പ്രഖ്യാപിച്ചതാണ്. ആദ്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇതുവരെയും ഈ നഷ്ടപ്പെട്ട സ്വർണം, മോഷ്ടിക്കപ്പെട്ട സ്വർണം അത് വീണ്ടെടുക്കാൻ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. അത് എവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല, ആർക്ക് വിറ്റു എന്ന് കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിലൊരു ചോദ്യം ചെയ്യലില്ല. ഒരു മോഷണ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതൽ കണ്ടെത്തുക. പ്രതികളുടെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കുറ്റസമ്മത മൊഴിയാണെങ്കിൽ അതിന് നിയമപരമായ സാധ്യത കിട്ടണമെങ്കിൽ പോലും തൊണ്ടി മുതൽ കണ്ടെത്തണം. ആ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദേവസ്വം ബോർഡ് അധികാരികൾ, ഭരണാധികാരികൾ, രാഷ്ട്രീയ കാരണങ്ങളാൽ നിയമിക്കപ്പെട്ടവർ അവരുടെ പങ്കാളിത്തത്തോടും അറിവോടും കൂടിയാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. പോലീസ് തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ എന്താണ്, ഇത് ഈ വർഷം 2025 കഴിഞ്ഞ മാസം 27-ാം തീയതി വരെ നടന്ന സംഭവം എന്നാണ്. അതുപോലെ മറ്റ് ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഗൂഢാലോചനയിലെ പങ്കാളികൾ? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഗൗരവമായ പങ്കാളിത്തമുണ്ട്. അവരെയൊന്നും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ തയ്യാറാകുന്നില്ല. സംരക്ഷിക്കാനുള്ള നടപടിയാണ് 6-ാം തീയതി കോടതി പറഞ്ഞിട്ട് 16-ാം തീയതിയാണ് ഇവിടെ അറസ്റ്റ് പേരിനെങ്കിലും നടന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരോ ഒരു സമരം ചെയ്താൽ കയ്യോടെ അവരെ പിടിക്കുന്ന പോലീസ്, ജയിലിലാക്കുന്ന പോലീസ്. തൃശ്ശൂരിൽ ഞാൻ പല പ്രവർത്തകരെയും ജയിലിൽ പോയി കണ്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ കൊയിലാണ്ടിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ, പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനോടൊപ്പം ഒരു പ്രകടനം നയിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ കൊയിലാണ്ടി ജയിലിൽ പോയി കാണുകയുണ്ടായി. അവിടെയൊക്കെ കയ്യോടെ അറസ്റ്റ് നടക്കുന്നുവെങ്കിൽ കേരളത്തെ ഇത്രയേറെ നടുക്കിയ സുപ്രധാനമായ ഒരു മോഷണം, അമ്പലത്തിലെ മോഷണം, ശബരിമലയിലെ മോഷണം, കോടിക്കണക്കിന് രൂപയുടെ സ്വർണങ്ങളുടെ മോഷണം, ആ മോഷണ കേസിലെ പ്രതികൾ ഇപ്പോഴും സ്വൈര്യവികാരം നടത്തുകയാണ്. അവർക്ക് സർക്കാരും ആഭ്യന്തര വകുപ്പും എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറെ പ്രതിഷേധാർഹമാണ്, മനഃപൂർവ്വമാണ്.